ഏറ്റവും സാമൂഹ്യ രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ഗാന്ധിജിയുടെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ഏറ്റവും സംഘർഷാത്മകമായ, ഏറ്റവും വിവാദപരവുമായ ഒരു ഘട്ടത്തെക്കുറിച്ചാണ് ഈ പ്രദർശനം. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിന് ഇന്ന് ചരിത്രപരമായ പ്രാധാന്യം മാത്രമല്ല, സമകാലിക രാഷ്ട്രീയത്തിലും പ്രാധാന്യമുണ്ട്. അത് വർഗീയ കലാപങ്ങളോട് അതെങ്ങനെ ഗാന്ധിയൻ രീതിയിൽ അദ്ദേഹം അതിനെ സമീപിച്ചു, എങ്ങനെ ജനങ്ങളെ അടക്കി നിർത്തി. മൗണ്ട് ബാറ്റൻ പ്രഭു പറയുന്നത് പോലെ 50,000 പട്ടാളക്കാർക്ക് ചെയ്യാൻ കഴിയാത്തത് ഈ പകുതി മനുഷ്യന് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം നവഖലിയിലും അതുപോലെ ബീഹാറിലും ഒക്കെ നടന്ന വലിയ കലാപങ്ങൾ, വർഗീയ കലാപങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് എന്നത്. ഇത് തന്നെയാണ് ഗാന്ധിജിയുടെ ജീവിതം അവസാനിപ്പിക്കാൻ ഹിന്ദു വർഗീയവാദികൾ ശ്രമിച്ചത്. അവിടെയും ഇന്ന് വലിയ വിവാദമാണ്. ഗാന്ധിയെ കണ്ണടയാക്കി മാത്രം കാണുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ന് ഇന്ത്യ ഭരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ വരുന്നത്. ഗാന്ധിജി ആരായിരുന്നു? സർവധർമ്മ സമഭാവന എന്ന ആശയത്തെ എങ്ങനെയാണ് ഗാന്ധിജി ഉൾക്കൊണ്ടത്? എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകമെന്നത് ഇന്ന് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന കാലത്ത്, മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദേശീയതയും രാഷ്ട്രവും സൃഷ്ടിക്കണമെന്ന് പറയുന്ന കാലത്ത്, ഇതാ ഈ മനുഷ്യൻ്റെ അന്തിമകാല 2 വർഷത്തെ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാക്കി വയ്ക്കുകയാണ്. ഇവിടെ മിക്കവാറും പുസ്തകങ്ങളിൽ നമുക്ക് ലഭിക്കാത്ത ഒരുപാട് വിവരങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും സർദാർ വല്ലഭായ് പട്ടേൽ എന്താണ് ഗാന്ധി വധത്തെക്കുറിച്ച് ചിന്തിച്ചത് എന്ന് നമ്മുടെ ഒരു പാഠപുസ്തകത്തിലോ മിക്കവാറും ചരിത്ര പുസ്തകത്തിലോ ഇല്ല. RSS ഹിന്ദു വർഗീയവാദികൾ തന്നെയാണ് ഗാന്ധിജിയെ കൊന്നത് എന്ന് ഒരു സംശയവുമില്ലാതെ സർദാർ പട്ടേൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർദാർ പട്ടേലിനെ ഏതോ ഹിന്ദു രാഷ്ട്രവാദിയായി കാണുകയും ഗാന്ധിയെ മറുവശത്ത് നിർത്തുകയും നെഹ്റുവിനെ ശത്രുവായി കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ചരിത്രത്തെ വികലമാക്കി രൂപപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു പ്രദർശനം നൽകുന്ന സന്ദേശം വളരെ കൃത്യമാണ്. സത്യം ദൈവമാണ് എന്ന ഗാന്ധി പറയുന്നത് പോലെ ഇവിടെ സത്യമാണ് ദൈവം എന്ന് എങ്കിൽ ഈ സത്യങ്ങൾ ലോകം അറിയണം. നമ്മുടെ പുതിയ തലമുറയെങ്കിലും ഇത് കണ്ട് ഇതിൽ നിന്ന് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ കഴിയണം. അതിന് നമുക്ക് എത്രത്തോളം ആവേശമുണ്ട്, എത്രത്തോളം ആവശ്യമുണ്ട് എന്നതും ഒരു ചോദ്യമാണ്. അതാണ് ഈ പ്രദർശനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം.